ഗൈസ് അപ്പൊര് വലിയൊരു സംഭവം പറയാണ്ട് നിങ്ങളുണ്ട്. അപ്പൊ വലിയ കോടീശ്വരനാവുകയാണ്. അത് അങ്ങനത്തെ ഒരു സൗണ്ട് വിടുന്നു. ഈ യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കട്ടെ. ഒരു നാൾ എന്റെ അപ്പയോട് അതേ ഡയലോഗ് ഞാനും പറഞ്ഞു ചെടി കണ്ടോ? ഇതെന്ത് പോവാന്ന് ആർക്കെങ്കിലും കൊടുക്ക്. എന്റെ ഫ്ലവർ വൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ വേസ് വേണ്ട. താടി പൊട്ടു മീശയും താടിയും കിട്ടിയോ നിങ്ങള് വായ മൊത്തം ഞാൻ താഴെ പോലെ എൻജോയ് ചെയ്തിട്ട് തരും. എൻജോയ് ചെയ്ത് തയ്ക്കണാണ്. കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യലടിച്ചിട്ട് ചെയ്തല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് വേറെ ഒന്നല്ല, നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഗൈസ്. സാധാരണ ഡേ ഇൻ മൈ ലൈഫ് തുമ്പെടുക്കാതെ കഴിച്ചു. പിന്നെന്താ പറയാ, അപ്പൊ ഞാൻ ആദ്യം പല്ലേപ്പിക്കുന്ന കാരണം ഇപ്പൊ നേരത്തെ പല്ല തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ചായ കുടി കഴിഞ്ഞിട്ട് പോള നേരത്തെ കുളിക്കുന്ന നേരത്തൊക്കെയാണ് പല്ലേക്കാറ്. വൃത്തികെട്ട സ്വഭാവം മാറ്റണമെന്ന് ഞാൻ നിർബന്ധമായി പറഞ്ഞു. കാരണം ക്രാവ് അത് അതേപോലെ കോപ്പി ചെയ്ത് തുടങ്ങി. അപ്പൊ എണീച്ച വഴിക്ക് പല്ലേക്കാനൊക്കെ പറഞ്ഞു ഗുഡ് ബോയ് ആവാനുള്ള പരിപാടിയാണ്. ഇനി ഗുഡ് ബോയ് ആയില്ലെങ്കിൽ വിവരറിയും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ വെള്ളം പൂജ ഇത് കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും ബെഡ്റൂമിലാണ്. ആദ്യം ഞങ്ങളെ പിടിച്ച് ഏൽപ്പിച്ചത്. ആദ്യം എണീപ്പിച്ച് ആദ്യം എല്ലാ ദിവസവും ആദ്യം തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് കാലത്ത് നേരത്തെ എണീക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഏറ്റവും ഫസ്റ്റ് നേരത്തെ അതിരാവിലെ എണീറ്റ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ ചിമ്പൂനെ കൊണ്ട് വാക്കിങ്ങിന് പോകും. അപ്പൊ അവനും വാക്കായി. അത് കഴിഞ്ഞ് വന്ന് അവൻ ഇവിടെ ചായ വെച്ചിട്ടുണ്ടാവും. അവൻ പഠിക്കാനിരിക്കും. ഇപ്പൊ മിസ്റ്റർ പോലീകാരാവാൻ ശ്രമിച്ചോണ്ടിരിക്കണം അവൻ. അത്യാവശ്യം അപ്പൊ ഇപ്പൊ എന്താ പറയാ, നമ്മളെന്താ ചെയ്യാം, പ്ലാൻ ചെയ്തിരുന്നില്ല എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എല്ലാം ചുമ്പ എടുത്താലും അടിച്ച് കുറ്റമ്പി കണ്ണാടി നോക്കിയിരിക്കുക ഞങ്ങള്, അല്ല വീഡിയോ നോക്കിയിട്ട്. അപ്പൊ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നമ്മള് ചെറുതെ പോകെ നമ്മള് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് കുറെ നാളായിട്ട്. മറ്റേ ഇന്നലെ മറ്റേ ഇതേപോലെ കാണിക്കലാണോ ഞാൻ പറഞ്ഞേ. മറ്റേ സിദ്ദിഖ് കാക്കത്തോർമ കാണിക്കല്. രണ്ടാമത് ചായ ചൂടാക്കുന്നു. നമ്മള് ലേറ്റ് ആയിട്ട് എടുക്കുന്നോണ്ട് അറിയാലോ നിങ്ങൾക്ക്. നമ്മുടെ വൈകുന്നേരം 12 മണിയൊക്കെ ആകുമ്പോ 1 മണി 12 മണിക്കൊക്കെ ചായയൊക്കെ വെച്ചേക്കും. അപ്പൊ അവനെ എനിക്ക് ചൂടാക്കി കുടിക്കല്ലേ വേണം. അപ്പൊ ചായ ചൂടാക്കി. പിന്നെ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ഫുഡാണ്. കാലത്ത് 6 മണിക്ക് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ആളുടെ ജോലി. ഒരു കഷ്ടം പറ്റില്ല. അപ്പൊ നമ്മുടെ സിബി സ്വന്തം സിബിച്ചന്റെ ഓൺ പ്രൊഡക്റ്റ് കോക്കനട്ട് ബ്രെഡ്. അതെ, കോക്കനട്ട് ബ്രെഡ് ആണ്. അപ്പൊ അതുപോലെ പീസൊക്കെ കഴിച്ച നല്ല 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 ഹെവി ആയിട്ടുണ്ട്. അതിന്റെ ഉള്ളില് കോക്കനട്ടും കാര്യങ്ങളൊക്കെ. ഞങ്ങള് സാധാരണ ബ്രെഡാണ് മേടിക്കാറ്. അപ്പൊ ഇന്ന് ഞങ്ങള് മാറ്റി പിടിച്ചതാ. കാരണം ബ്രെഡ് കഴിച്ച് ഇടയ്ക്ക് നമ്മള് സാധാരണ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അതിൽ തുറന്ന് വെച്ചിട്ടോ അവിടെ നിന്ന് പ്ലേറ്റ് എടുത്തപ്പോ എവിടെ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ അല്ല എന്താ ദോശ പുട്ട് അതെ അപ്പം പിന്നെ ഉപ്മാവ് പിന്നെ മറ്റേ ഉപ്മാവ് ഇഡലി ഉപ്മാവ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ് പിന്നെ വരുന്നതാണ് സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾ ബ്രെഡ് മേടിക്കും കാരണം എനിക്ക് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണല്ലോ അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അല്ലെങ്കിൽ എന്നും ബ്രെഡാന്ന് വിചാരിക്കും എന്നും ബ്രെഡ് അല്ല സാറ്റർഡേ സൺഡേസ് ഞാൻ ശരിക്കും രാവിലത്തെ ആദ്യമൊക്കെ കൊടുത്തു വിടാനൊക്കെ അതെ നമ്മള് ശരിക്കും ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ അപ്പൊ ചായ കുടിച്ച് ഇതോരെ പീസ് അടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ പോയി നിന്നിട്ട് ചായ ഒന്ന് കുടിച്ച് നമ്മുടെ പ്രഭാതം നോക്കും നല്ല കട്ട വെയിലൊക്കെ നോക്കിയിട്ട് എത്തി നിൽക്കുന്നു നല്ല കട്ട വെയിലൊക്കെ നോക്കിയിട്ട് പ്രഭാതം എന്റെ പൂവാ 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 10 മണിയായിട്ടാ ആദിസിന് ഞങ്ങള് പാപം കൊടുക്കും നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഗൈസ് ഇതാദ്യം കഴിക്കോ ഞാൻ കഴിക്കണ്ട് കഴിച്ച് നോക്കിയിട്ട് അമ്മേ ചിമ്പ അവിടെ കിടന്ന് നടക്കണ്ട ചിമ്പുനെ നല്ല കുളിപ്പിച്ച കാരണം ചിമ്പുന് ബെൽറ്റ് ഇട്ടിട്ടില്ല കൈസ് ദോശ നെയ് റോസ്റ്റ് ലാല് അപ്പൊ നമ്മള് ചായ ഓഫ് പകുതി കളഞ്ഞ് ഇപ്പൊ ആറ്റി ഇപ്പൊ എനിക്ക് ചായ ഇല്ലാണ്ടാവും ഗൈസ് ആറ്റി തരാന്ന് പറഞ്ഞിട്ട് ആറ്റി ഇപ്പൊ എന്റെ ചായ ഗ്ലാസത്തെ ചായ മൊത്തം വാഷ് ബേസിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഗൈസ് കുഞ്ഞു ചായ കുടിച്ചു ഞാൻ എന്താ ബ്രെഡ് തിന്നണു പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല ഞാൻ മിക്കവാറും ചായ കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാറില്ലേ കൊറേ കഴിയുമ്പോ കഴിച്ചു നോക്കാൻ പറ്റില്ല ഞാൻ 4 മണിക്ക് പാപ്പായിട്ട് മറ്റിരിക്കും അപ്പൊ ആദ്യം നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകും ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ചമ്മക്ക് എന്താന്ന് കേട്ടാ നമ്മളെ ശ്രദ്ധിക്കുന്നെന്ന് പറയുമ്പോൾ അവന്റെ നമ്പർ ജോച്ച നല്ല ജോച്ച ആടിച്ച് കുട്ടൻ്റെ ജോച്ച ജോച്ച നല്ല ജോച്ച കട്ട വെയിറ്റിംഗ് ഗൈസ് അടിച്ച് എന്തത് കളിക്കാനായിട്ട് അവിടെ തന്നെ വെച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടക്കിടക്ക് വയൽ വെച്ച് കൊടുക്കും പിന്നെ ചിമ്പൂട്ടന് പാല് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നല്ലൊരു മോർണിംഗ് ഏതാ ഇത് വാച്ച അടിച്ചിന്റെ വാച്ച് എവിടെയാ അടിച്ചിന്റെ വാച്ച് ഞാൻ പെയിന്റ് ചെയ്ത എന്റെ ഫിഷ് ഗൈസ് ഒരു 10 വീഡിയോ കാണിച്ചിട്ടുണ്ടാവും ഇത് തന്നെ കാണിക്കണം നീ പെയിന്റ് ചെയ്തത് കാണിച്ചോളൂ ഈ സമയത്ത് കാണിച്ചോ ഞാൻ വലിയ പെയിന്റർ അങ്ങനെ കാണിക്കേണ്ട കാര്യം സ്വാഭാവികം നമ്മൾ പാവങ്ങള് 2 ഫിഷിനെയും പട്ടീനെയും മലയും കുന്നും സൂര്യനെ മതിക്കാൻ അറിയണം അടിയില് അടിപൊളി നെയ് റോസ്റ്റ് ഗൈസ് വെച്ച് ദോശയും നെയ് റോസ്റ്റ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല പക്ഷെ അവൻ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഓക്കെ ഞാൻ ദോശ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എക്സ്പേർട്ടാണ് പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കിയ പല്ല് പറിച്ച് കളയുന്നവർക്ക് ഉപയോഗിക്കാം പല്ല് പറിക്കണം എന്റെ ഹപ്പൂസിന്റെ പല്ല് നമ്മള് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനോ ഞാനായിട്ട് പറിച്ചു കൊടുക്കാനും കൂടെ അതായത് ചെറുപ്പത്തിൽ ഓൾറെഡി പറിക്കാറായ പല്ലുണ്ടാവാൻ ഈ ചപ്പാത്തി കടിക്കുന്നുണ്ട് അത് ദൈവാനുഗ്രഹ എനിക്ക് സ്വന്തമായിട്ട് അപ്പോനെ പല പല്ലൊക്കെ പറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോ പൊന്നു 2 ചപ്പാത്തി ഉണ്ടാക്കിയ ചെറുപ്പത്തില്
നല്ല ഇതായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് പല്ല് പറിക്കാൻ പേടിയാ. എന്റെ വീടിന്റെ അടുത്ത്, പഴയ വീടിന്റെ അടുത്തുള്ള ജെനി ചേച്ചി, ജൂലി ചേച്ചി ഒക്കെ ഉണ്ട്. അവിടേക്ക് പപ്പനെ കൊണ്ടുപോലുണ്ട്. ജെനി ചേച്ചിനെ കണ്ടാൽ എന്റെ പല്ല് പേടിയാ. ജെനി ചേച്ചിയുടെ പറിക്കാൻ സമ്മതിക്കില്ല. എന്റെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് പേടിയാണ് സ്വന്തമായിട്ട് പല്ല് പറിക്കാൻ. എന്റെ പല്ല് പല്ല് പറയാം. അപ്പൊ പിന്നെ എന്റെ പോലെ പറിച്ചെടുക്കാൻ തന്നെ കച്ചവടമായിട്ട് തന്നെ. അണ്ടാ ദോശ തരാൻ ദോശ പാത്രം എടുത്തുകൊണ്ട് എന്റെ അടിച്ചപ്പെടുത്തേ പ്രഭു ഞങ്ങള് പയറുപ്പേരി വെക്കാൻ പോകുന്നത്. ആദ്യം ആദ്യം പഴം പുഴുങ്ങാൻ വെക്കും. അത് കഴിഞ്ഞ് പയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പയറ് പയറ് കുറച്ച് നന്നായി അതങ്ങനത്തെ ഒരു സൗണ്ട് കൊടുന്നു. ഈ യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു. ഞാൻ 4 കായ കൊടുത്ത് കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇത്ര ഒരു ചെറിയ ബൗളിൽ മുഴുവൻ കഴിക്കാൻ പറ്റില്ല. എന്റെ അപ്പുറത്തേക്ക് വിച്ച് മണു കഴിഞ്ഞു. ഞാൻ നാളെ കഴിച്ചപ്പോ എന്റെ വഴി നടന്നു. ഇവിടെ ചള്ളയിൽ അറിയാത്ത പോലെ ഒരു യന്ത്രം അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു. നോക്കിയപ്പോ സൗണ്ട് തൊട്ട് പോലെ കഴിഞ്ഞാൻ പറ്റുന്നു. ആദ്യം കഴിക്കുന്നുണ്ട്. അപ്പൊ ചോറിന്റെ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പാതിരകളികളായതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചോറ് ഇറക്കി ചാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് ഉണ്ടാക്കണം. എല്ലാം കംപ്ലൈന്റ്, എല്ലാം കംപ്ലൈന്റ്. വണ്ടി കംപ്ലൈന്റ്, ഗ്യാസ് കംപ്ലൈന്റ്, മിക്സി കംപ്ലൈന്റ്, ഞങ്ങളുടെ ബോഡി കംപ്ലൈന്റ്. ഇന്നലെ മേടിച്ച് കൊണ്ടുവന്ന 1 കിലോ നമ്മുടെ അടുത്ത് കൊണ്ടുവരല്ല പറഞ്ഞത്. കൂട്ടാൻ വെക്കാൻ അറിയുന്ന ആളുണ്ട് പോള്. അപ്പൊ ഇത് കത്തോടങ്ങി കയ്യോടെല്ലാം കഴിഞ്ഞു. ആദ്യം അടക്ക വന്ന് നോക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിക്കണോന്ന് അറിയാൻ. ദോശ തന്നിട്ട് 2 അടി തരും. 2 അടി വയറ്റില് കൊടുക്കുമ്പോ സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വയറുമ്പോ ടക് ടക് 2 അടി അടിക്കും. അവിടെ ഇവിടെ പിടിച്ചു ഉമ്മീൻ തരും. ഇവിടെയാണ് ഇവിടെ എന്താണ് പൊട്ടിച്ചിരി എന്നറിയാൻ വേണ്ടി ഇവിടെ ഒന്നത്. ഞാനറിയാതെ ഇവിടെ എന്താണ് ഇവിടെ ചിരി. നിങ്ങളൊക്കെ ചായ കുടിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് ശരിക്കും ചായ കുടിക്കുന്ന ബാൽക്കണി പോയി പുറത്തേക്ക് പോയി കുടിക്കണം. ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ നേരെ എനിക്ക് ദോശ പിന്നെ ചിമ്പൂന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ സത്യം പറയാ കാലത്ത് 6 മണിക്ക് എന്നിട്ട് ചായ കുടി തിന്നല് വളർന്നല്ല പഠിക്കല്. പുറത്തിറങ്ങി നോക്കി പ്രഭാതം കണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ചായ കുടിച്ച് തിന്നു. ഈ വീക്കെൻഡില് 2 ദിവസം സൺഡേ സാറ്റർഡേ ഓൺലൈൻ ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മറ്റേ എന്നിട്ടാണ് വല്ല എൻട്രൻസിന്റെ എക്സാം ആണോ, എൻട്രൻസ് എക്സാം എഴുതാണോ എന്നുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് വരും. രാധാകൃഷ്ണൻ സാറിന്റെ പൊളിറ്റിക്സിന്റെ റിവിഷൻ ടെസ്റ്റ് 2 എണ്ണം അങ്ങനെ. അപ്പൊ സവാള നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അവരുടെ വിശേഷങ്ങൾ ഇത് ലൈവല്ല, അവിടെ നിങ്ങളുടെ കേൾക്കാനായിട്ട്. വീഡിയോ കാണാനല്ലോ. കാരണം മറ്റേ 2K 3K 4K 5K ഒക്കെ എല്ലാവരും അതുകൊണ്ട് ഇപ്പൊ ലൈവില് വരുമ്പോ വരെ. പക്ഷെ അവരോട് ലൈക്ക് ഇടുന്നത് എന്താ പറയാ 1K അല്ലെങ്കിൽ 500
അല്ലെങ്കിൽ അത് ശരിയാണ്. നമ്മളും വേറെ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ. അവരെ നമുക്ക് അതിന്റെ എഫേർട്ട് അറിയണതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ലൈക്ക് കൊടുക്കാറുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യില്ല. അതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന സമ്മാനം. ഇതെന്ത് പോവാന്ന് ആർക്കെങ്കിലും കൊടുക്ക്. എന്റെ ഈ ഫ്ലവർ വേസ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ വേസ് ആണ് ഇത്. ഇതെന്റെ അപ്പൂസ് കുഞ്ഞു ബേബി ഇരിക്കുമ്പോ അവന്റെ ഒരു വയസ്സിന്റെ ബർത്ത്ഡേക്ക് അവന് ഒരു കുഞ്ഞു ടീസ്പൂൺ ഒരു കുഞ്ഞു കുറുക്ക് കൊടുക്കണ ഒരു പാത്രം, ഒരു പപ്പട പാത്രം അല്ല മണ്ടായി. ആൾക്ക് മനസ്സിലായില്ല. അതേ കപ്പിന്റെ പിടി ഇവിടുന്ന് ഉണ്ണിയിലേന്ന് വീണ് പോയത് കുഞ്ഞു കപ്പ. അത് അപ്പൊ ആ കുഞ്ഞു കപ്പ് ചെറിയ കുറുക്ക് കൊടുക്കുന്ന പാത്രം അതൊരു സെറ്റാണ്, ബേബി സെറ്റ് പോലെ. അവന് ഒരു വയസ്സുള്ളപ്പോ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് മമ്മിയുടെ അവിടെ ഈ കപ്പ് ഇരിക്കുന്നത് ഞാൻ ആദ്യം കുമ്പം കൊടുക്കാൻ വേണ്ടി കൊളന്നാണ്. പക്ഷെ ആദ്യം വലിച്ചെടുത്തിട്ട് ഇവിടെ കിട്ടുള്ള കപ്പിന്റെ സാധനം പോയി അപ്പൂസിന്റെ ഇവിടുത്തെ പപ്പട പാത്രം പോലത്തെ പാത്രം. അപ്പൊ അത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഹോളിലോട്ട് പോവും. അപ്പൊ ഞാൻ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് അതിമനോഹരമാക്കാൻ എന്റെ കിച്ചണെ ഞാൻ ഒരുക്കി. നിങ്ങൾക്ക് ഈ പൂ കണ്ടിട്ട് എന്ത് പൂവാണെന്ന് പറയാൻ പറ്റുമോ ഗൈസ്? സൂര്യകാന്തി അല്ലത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതൊന്നും ഇതിന്റെ തൈ ഫ്ലവറിന്റെ ഫ്രണ്ട് വശൊക്കെ ഒന്ന് എടുത്തു കാട്ടിയ ഇതിങ്ങനെ കണ്ടാ തന്നെ അറിയില്ലേ? ഇല്ല, നോക്കട്ടെ എത്ര പേര് ബുദ്ധി ഉണ്ടെന്ന്. എനിക്കിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായി. അത് നിനക്ക് അത് നീ പറഞ്ഞ സാധനം ഇല്ലാത്ത അതല്ല, എനിക്കിങ്ങനെ കപ്പിൽ വെച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല. അതിന്റെ അടിയിലുള്ള സാധനം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവണം. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത് എന്താണെന്ന് തോന്നുന്നുണ്ട്, എത്ര പേർക്ക് മനസ്സിലായി എന്ത് ഫ്ലവർ ആണെന്ന് തോന്നുന്നു കമന്റ് ചെയ്യണേ ഗൈസ്. അപ്പൊര് വലിയൊരു സംഭവം പറയാണ്ട് നിങ്ങളുണ്ട്. അപ്പൊ വലിയ കോടീശ്വരനാവുകയാണ്. അപ്പൊ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അക്കൗണ്ട് സ്കൂളിൽ വന്നിട്ട് സ്റ്റുഡൻസ് അക്കൗണ്ട്. അവര് ചോദിച്ചു മമ്മിയുടെ കുഞ്ഞിന് അക്കൗണ്ട് ഉണ്ട്, നമ്മളില്ല, എനിക്കറിയില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അപ്പു പറയണേ അപ്പു പറയാൻ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. എന്റെ കയ്യിലുള്ള പൈസ മൊത്തം ഞാൻ അതിൽ കൊണ്ടിടാൻ പോവാന്ന് പറയണേ. അപ്പൊ 1000 രൂപ അപ്പൊ അതിൽ കൊണ്ടിട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് പലിശ മേടിച്ച് ജീവിക്കുന്നതാണ്. സംഭവമുണ്ട്. അതില് ഞാൻ രജിസ്റ്റർ ചെയ്ത് കേരള ഗവൺമെന്റിന്റെ എല്ലാ ടെസ്റ്റുകളും ഞാൻ ജയിക്കുകയാണെങ്കിൽ പിന്നെ ജീവിക്കാനായിട്ട് എല്ലാ പൈസയും. അപ്പൊ പറയണത് 1000 രൂപയുടെ പൈസ കൊണ്ടിട്ടിട്ട് പലിശ മേടിച്ചിട്ട് ജീവിക്കാൻ പോവാന്ന് പറഞ്ഞാ പപ്പു. അപ്പൊ ജീവിതം നന്നായി നടക്കട്ടെ. അവന്റെ സ്കൂളിലെ എല്ലാവരും അക്കൗണ്ട് അറിയാലോ, പഠിക്കുമ്പോ അവര് അക്കൗണ്ടുകൾ തുടങ്ങണം. അപ്പൊ അക്കൗണ്ട് തുടങ്ങിയപ്പോ അവൻ പറഞ്ഞല്ലോ അവന്റെ കയ്യില് ഇങ്ങനെ മറ്റേ കുടുക്കയിലാണ് കയറ്റി കൊടുത്തിട്ടുള്ളതൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത്. അവനത് സേവ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് ആ പ്രായത്തില് സേവ് ചെയ്ത് പലിശ മേടിച്ച് ജീവിക്കാൻ പോണ കാരണം പറഞ്ഞു. ഒരു നാൾ എന്റെ അപ്പയോട് അതേ ഡയലോഗ് ഞാനും പറഞ്ഞു തുടങ്ങാൻ അതെന്ത് സാധനം? അതെന്ത് സാധനം? കാറില് വരും, എന്റെ സ്വന്തം കാറില് വരും. എനിക്ക് 2 ദിവസമായി വർഷം കഴിച്ചിട്ട്. തല്ലുമാലയുടെ സ്റ്റെപ്പാണ് തല്ലുമാലയുടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില്
എങ്ങനെയാ ഇവിടെ ഇടിക്കുക അങ്ങനെ സ്വന്തമായിട്ട് ഇതിൽ തന്നെ ഇടിക്കും അടി നല്ല തല്ലുമാല ഡാൻസ് ഡാൻസ് അതെന്തിനാ കുടുംബം അത് തല്ലുമായത് ഷൂവിന്റെ സീനാ. അതുപോലെ ബൈക്കിന്റെ സീൻ വന്നാ അവന്റെ സൈക്കിൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഭാഗ്യം അതിൽ സ്കൂട്ടറിൽ തലകുത്തിക്കുന്ന സീനുണ്ടായി. സിംഹാസനത്തിൽ സിംഹാൻ കിടക്കാണ്. രാമകൃഷ്ണ ജഗന്നാഥ് പ്രേമാനന്ദി പ്രഭു ശരി ടൂട്ടി ഫ്രൂട്ടി രണ്ട് തലയാട്ടുന്നതിനാ പൊന്നിട്ടം. ഞാൻ 3-4 ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മിക്കവാറും കഴിക്കില്ല. ഇവിടെ പുട്ടുവരൊക്കെ ഉണ്ടാക്കാൻ വെക്കുമ്പോ ഞാനും ഉണ്ടാക്കും. പക്ഷെ goodbye. Wow. Goodbye. Yum. M for monkey. P. P for parrot. അടിച്ചു കുട്ടാമ്പി അടിച്ച് അടിച്ച് അടിച്ചു കുട്ടാമ്പി Anduti Tina Pasil വെച്ച് കളിച്ചാനോ വിട്ട് ബൈ അമ്മയുടെ പൊന്നു വന്നു അപ്പോഴേക്ക് അമ്മയുടെ എത്തിച്ച് വന്നു അമ്മയുടെ പൊന്നു വന്നു വിട്ട് പോയി ആയിട്ട് കെട്ടിപ്പിച്ചിട്ട് ഉമ്മ തന്നു ചാലേ പണി ഒങ്ങാണ് ചിമ്പുക്കുട്ട ഒങ്ങാണ് ഇവിടെ ചിമ്പുക്കുട്ട സിറ്റ് ഔട്ടിലേക്ക് തന്നെ ഒങ്ങാണ് വിട്ട് പോയിട്ട് ചിമ്പുക്കുറ്റ ഒങ്ങാണ് ചിമ്പുക്കുറ്റ ഒങ്ങിനാ സുന്ദരി പെണ്ണ് കൈസ്. ഇന്ന് പതിവില്ലാണ്ട് ഭയങ്കര ചൂട് കൈസ്. അല്ലെങ്കിലും നല്ല ഭയങ്കര ചൂടാണ്. പക്ഷെ ഇന്ന് ജാതി വെയിൽ, ഒരു ദാക്ഷിണ്യമില്ലാത്ത വെയിൽ കൈസ്. നല്ല ചൂടുണ്ട് അത്യാവശ്യം. എൻ്റെ മറ്റേ ബ്ലാങ്കറ്റ് ഇങ്ങോട്ട് നീക്കിയിടട്ടെ. ഇതിനല്ലെങ്കിൽ ഇങ്ങോട്ട് വാടാം. യെസ്, എന്ത് ചൂടാണ്, ഭയങ്കര ചൂട്. ഉച്ചക്ക് ഫുഡടി കഴിഞ്ഞിട്ട് ആദ്യം ഉറങ്ങിയിട്ടാ. ആദ്യം ഉറങ്ങി അതാ മരക്കോക്കാച്ചി ഓടി ഇരുന്നിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ് എപ്പോഴും. പൊന്നും ആദ്യയുടെ ഐറ്റംസുകളൊക്കെ നീക്കി വെക്കുകയാണ്. ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇനി പൊന്നു ഇതൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണം അവൻ്റെ ടോയ്സൊക്കെ. അതെ, ഇനി കുറച്ച് ഷോർട്സുകൾ എടുക്കണം. അപ്പോൾ അവന് റിലാക്സേഷൻ കേട്ടോ. റിലാക്സേഷൻ മറ്റേ ഷോർട്സ് എന്താ റിലാക്സേഷൻ. അതെ അതെ. അപ്പോൾ ഇനി അതൊക്കെയാണ് ഞങ്ങളുടെ ചടങ്ങ്. പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവും ഗൈസ്. അപ്പോൾ ഞങ്ങളിത്
പുറത്തേക്ക് പോവാണ്. വേറെ ഒന്നല്ല, മിക്സി കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് നന്നാക്കാൻ. പിന്നെ കുറച്ച് സാമഗ്രികൾ സാധനങ്ങൾ മേടിക്കണം കടയിൽ നിന്ന്. അപ്പോൾ അത് മേടിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കാറടക്കം എപ്പോഴതിനൊക്കെ എടുക്കണ്ടായിരുന്നു. മിക്സിയുടെ ജാറൊക്കെ പിടിച്ചിട്ട് ഒരാള് അത് ചേട്ടനെ മിക്സി മറ്റേ ലീക്ക് ഉണ്ട്, ഉള്ളിലേക്ക് ലീക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ജാമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് കാരണം മിക്സിയുടെ ജാറ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അത് കാരണം അപ്പൊ ചിമ്പ് രാജിച്ച് ഉറക്കത്തിന് എനിറ്റു. അപ്പൊ അത് കാരണം ബൈക്കോ പോവാന്ന് വെച്ചാ അതെ. അപ്പൊ ഉറക്കത്തിന് എന്റെ ദിവസം വാശി പിടിച്ച് കഴിഞ്ഞപ്പോ പിന്നെ അവനെ ബൈക്കുമ്പോ കൊണ്ടുപോകാൻ നന്നായി ഞാൻ ചിലപ്പോ പണി ബൈക്ക് നന്നാക്കി അവിടെ കൊടുത്തിട്ട് ഞങ്ങള് മിക്സി മേടിച്ച് നടന്നവരാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അത് കാരണം അപ്പൻ്റെ അടുത്തും കഴികളും പറഞ്ഞു, ഞാനെടുത്തോളം പറഞ്ഞു ഇവനും കയറ്റിയാവും പോവാ ഇവിടം വരെ. ഓക്കെ, ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സി കൊണ്ട് കൊടുത്തിട്ട് ഇനി അവിടെ നിന്ന് 200 രൂപയെന്ന് പറഞ്ഞാള്. അപ്പം അത് മേടിക്കട്ടെ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ സിറ്റി. ഇതാണ് ഞങ്ങളുടെ സിറ്റിന്ന്. ആ കടയിലാണ് ഗൈസ് ഞങ്ങൾ നന്നാക്കി കൊടുക്കുന്നത്. ആ ഷോപ്പ് ഞങ്ങളിത് മിക്സി മേടിച്ചു. അപ്പം അതിൻ്റെ ജാറുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ജാറുകൾ കുറച്ച് ലൂസാന്ന് പറഞ്ഞ ഉള്ളിൽ അത് കാരണമാണ് ലീക്കായിട്ട് മിക്സി കേടായത്. അപ്പോൾ ജാറുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും മിക്സി കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആള് ഇപ്പോൾ ടൈറ്റ് ആയിട്ടുള്ളത് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് മിക്സിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി ഗൈസ്. ആ ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ആണ് കണ്ട. ഗുഡ് ബോയ് ഡാഡി. അമ്മോ ഗുഡ് ബോയ് ഡാഡി. മറ്റേ ജഗതി പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് വായ നമുക്ക് ടൂർ പോകാം ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കോ. കൊറേ നന്നായി ഡ്രൈവ് ചെയ്ത കാരണം ഡ്രൈവ് ചെയ്തപ്പോഴേ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തപ്പോ വല്ല ക്ഷീണം. അയ്യോ ചിമ്പു നമ്മള് വന്നപ്പോ കണ്ട, നമ്മള് വന്നപ്പോ സമാധാനമായിട്ട് ചോറിനുണ്ട് വേഗം. ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവാണ് കൈസ് കണ്ട. ആഡിഷനെ അവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആഡിഷന് പഴം മുഴുങ്ങി വെച്ചത് കൊടുത്തോണ്ടിരിക്കുക. ആഡീസ് കണ്ട, ആഡീസിന് അവിടെ ഒരു നഞ്ചക്ക് പറക്കുണ്ട്. മറ്റേ ആർഡിഎസിന്റെ പാട്ട് വെച്ചിരുന്നു. അപ്പൊ ആർഡിഎസിന്റെ പാട്ട് വെച്ചപ്പോ ചായ പൂന്ന് ആ നഞ്ചക്ക് പറക്കേണ്ട്, നഞ്ചത്തിൽ കറക്കേണ്ട്. അപ്പൊ ആദിസിന് ഒരു നഞ്ചക്ക് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പൊ ചേട്ടൻ നഞ്ചക്കിന് ആ നഞ്ചക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ കളി. പാട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ടൈമിന് എടുത്തിട്ട് വരും. രണ്ടൊരാൾ പരീക്ഷയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളോട് സൈഡിൽ നിൽക്കും. അപ്പൊ അവൻ വേറെ സ്ഥലത്തേക്ക് പോത്തുവായിട്ടിട്ട് ചിമ്പനെ നമ്മള് മിക്സി കഴിക്കാൻ പോയപ്പോ കാറിൽ പോയപ്പോ അവന് പേടി നമ്മൾ വീട്ടിൽ പോവാന്ന് വെച്ചിട്ട് ചിമ്പൻ ടെൻഷനായി. അപ്പൊ ഏ ചിമ്പ പിന്നെ ഞങ്ങള് ചായ കുടിച്ച് കഴിക്കട്ടെ. അപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ. ഞങ്ങൾ ഈവനിങ്ങിന് ഒരു ഈവനിങ് ഔട്ടിങ്ങിന് പോവാണ്. നമ്മുടെ ഡൈനാമൈ ലൈഫിന്റെ ഒരു ഭാഗമായി നമ്മുടെ ചിമ്പു റെഡി ആയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ പതിവ് പോലെ ഞങ്ങൾ ഇവിടെ പോവാറുള്ള സ്ഥലത്തേക്ക് ആ സ്ഥലം അവിടെ എത്തുമ്പോ കാണിക്കാം. ഇവിടെ തൊട്ടപ്പുറത്തേക്ക്
ഞങ്ങൾക്ക് പോവാൻ തോന്നുമ്പോ നമ്മുടെ നാട്ടില് ഇതേപോലെ സംഭവങ്ങള് അടുത്തില്ല. നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും പോവാൻ പറ്റുന്ന ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലം അതാണ്. അടിച്ച് പാട്ട് വെക്കി പാട്ട് വെച്ച ചിമ്പുകൂട്ടൻ ഹാപ്പിയാണ്. ചിമ്പുക്കുട്ടനാണ് സന്തോഷം. മിക്സി എടുക്കാൻ പോയിപ്പോ ചിമ്പുക്കുട്ടൻ വെച്ച് നമ്മള് കാടും കൊണ്ട് നാടുവിടാ. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. ചിമ്പുക്കുട്ടൻ കളിച്ചാൻ പോവാനു. ചിമ്പു ഗുഡ് ബോയ് ആയിട്ട് പോവാ. ആരെ കണ്ടാലും അവൻ കുറക്കില്ല. എല്ലാവരുടെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാൻ. കൈ പിച്ചിട്ട് അവനിപ്പോ എന്താ ചെയ്യാൻ അവൻ നമ്മള് പിടിക്കണ്ട, അവൻ തന്നെ നടക്കാന്ന് പറയും റോട്ടിക്ക് കോടുകള്. കണ്ടോ ഗായ്സ്, ഈ കിടക്കുന്ന വണ്ടികളെല്ലാം അവിടെ ബീച്ചിൽ വന്നിട്ടുള്ളതാണ്. ഓൾഡ് ഡേയ്സിൽ നല്ല തിരക്കായിരിക്കും. അത് ചാടി തുള്ളിട്ട് പോണല്ലേ, അവനറിയാൻ പിടിക്കാൻ പോണേനെ. ഇതിൽ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാനായിട്ട്. അവനറിയാം പിടിക്കാൻ. ചിമ്പു അതാ തുള്ളി ചാടിച്ച പോണത്. ചിമ്പുക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ പള്ളിയിൽ മണിയടിക്കുന്ന സമയം കേൾക്കുന്നത്. പള്ളിയിൽ വീട്ടിൽ നിൽക്കണ ആദ്യമായിട്ട് സ്പ്രിംഗ് പോകുന്നിട്ടല്ലാണ്ട് വേറെ പരിപാടിയൊന്നും നിൽക്കുന്നുണ്ട്. പള്ളിയിൽ മണ്ണടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഈ പള്ളിയുടെ സിമിട്രി ഇവിടെയാണ്, റോഡ് സൈഡിലാണ്. ഇതാണ് പള്ളിട്ടാ. ഇവിടെ ഗ്രോട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൂസ് ചുമ്പനെ ക്രോസ് സ്ഥലമൊക്കെ അറിയാം. അടിച്ച് കുറ്റി ബയ്യാന് കണ്ട നടക്കണ തന്നെ ഓടിയിട്ട് അടിച്ചു കുട്ടൻ അടിച്ച് അടേ ഓടിച്ച പോണേ. ചിമ്പോടി വരുന്നത്. ചിമ്പു പടുക്ക മതി. ചിമ്പു കളിക്കാൻ പോവാ, പതുക്കെ മതി. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ട്. ചിമ്പു ഞങ്ങളൊക്കെ. ആസ് യൂഷ്വൽ എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും എത്തി ഗൈസ്. ആദ്യം ഓടുന്നു. കൈവിട്ടോ, ആദ്യയുടെ കൈവിട്ടോ. ഞാൻ ഷൂ ഊരിട്ട ചെരുപ്പ് ഊരും. ഞങ്ങളൊക്കെ സ്ലിപ്പറൊക്കെ ഇനിയിട്ടിക്കണം. ഇനി ചിമ്പുന്റെ ആദ്യച്ചിന്റെ കളികളുണ്ട്. ചിമ്പു സ്റ്റാർട്ട് ചെയ്ത് കളി. അതിസ് ചുബായ് ബീച്ചിൽ വന്ന ബീച്ചിൽ വരുമ്പോ നമ്മൾ ആകെ റിലാക്സ്ഡ് ആവൂലേ. ഇവിടെയാ എന്നാ ഇവിടെ ഇരിക്കാം. അങ്ങോട്ട് നീങ്ങുക. അപ്പൊ എനിക്ക് കുറച്ച് ബീച്ചും കാണാം. ഇവിടെ ഇരിക്കും. അപ്പൊ അതേ ഇവിടെ എത്തി. അപ്പൂഷിതേ ചിമ്പുനെ ഞാൻ മേടിക്കട്ടെ. അപ്പൊ അപ്പുവിന്റെ നെഞ്ചക്കൊക്കെ കാണുന്നുണ്ട് ഗൈസ്.
നെഞ്ചക്ക് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ആദീസ് ദേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവന്റെ ടോയൊക്കെ വെച്ച് മണ്ണും മാന്തലൊക്കെ തുടങ്ങി. എന്തായാലും അവരെ ഞാൻ ആ ചിമ്പുനെ മേടിക്കട്ടെ കേട്ടാ. അടിച്ച് കളിച്ചു ഓടിയിട്ട് മണ്ണ് മണ്ടിട്ട് അടിച്ച കുറ്റൻ. പറക്കണ് നെഞ്ചത്തിൽ കറക്കണ്. അല്ല ആദീസ് ഇവിടെ മൊത്തം ഫുൾ കളി. ആദീസ് ഇനി മണ്ണലെടുത്തിട്ട് എറിഞ്ഞ് കളിക്കലാണ് ഇനി. പൊന്നാപ്സിന്റെ കോലം നോക്കുക. അതെ വെറുതെ അങ്ങടെ ഇറങ്ങാ. ഇതതിനെ നമ്മുടെ ശരിക്ക് അതെ ബീച്ചിൽ പോയാൽ പിള്ളേർ കളിക്കാം, ചിമ്പൂന് കളിക്കാം, പിള്ളേർ കളിക്കാം. അപ്പൊ പിന്നെ അങ്ങനെ ഇറങ്ങിയത് അത് കാരണം ഒന്നും ചെയ്താ ചിമ്പുന്റെ കളിയാണ് കഴിച്ചത്. മണ്ണ് മാന്തൻ കാട്ടി കൊടുത്താൽ അടിച്ച് കണ്ണില് പോയെടുത്ത് ചിമ്മിന്റെ കണ്ണില് പോയ കുഴപ്പല്ലേ. ആ സാധനം ഇത് അത് ലാസ്റ്റ് ഊരിപ്പോ മുന്നിട്ട് പോകണ്ടോ ഇവിടെ. കടൽ എല്ലാരും മാറിക്കോ. ഊരിപ്പോകുന്ന നഞ്ചക്കുമായി അതാ. മാറിക്കോ. അടിച്ചു കുട്ടൻ. ഉണ്ണിയാണ് നോക്കലോട്ടാ ബാക്കില് ട്രക്ക്. ചീമ്പൻ ഓരോ തുള്ളി എല്ലായിടത്തും ഇട്ട് പോയോണ്ടിരിക്കുക. ഞണ്ടുകളുണ്ട്. ചാപ്പ് ചാറ് പോലെ ഞണ്ട്. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, അമ്പം വില്ലും നഞ്ചക്ക്. ആ അടിച്ചോട്ടം കളിച്ചോട്ടാ. നമ്മുടെ അപ്പൂസ് ഇവിടെ നിന്നിട്ട് നെഞ്ചക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിച്ചു ദേ ആദീസിനെയും കൊണ്ട് അവർക്ക് ഇറങ്ങി. അപ്പം അവിടെ നിന്ന് വെള്ളത്തിൽ കളിപ്പിക്കുന്നുണ്ട് അടിച്ചിനെ. ചിമ്പുക്കുട്ടൻ ദേ ഇവിടെ കടൽ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിന്തിച്ചു ഒരു ഡേ അവസാനിക്കുകയാണ് ഗൈസ്.